രാവിലെ ഞങ്ങൾ കോവളം ബീച്ചിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് കോവളം ബൈപ്പാസിലൊരു ഹോട്ടലിൽ നിർത്തി കേട്ടോ. അവിടെ വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് തന്നെ അവിടെ പൂരിയും കിഴങ്ങ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ടോ പൂരി കഴിച്ചിട്ട്. എനിക്കാണെങ്കിൽ പൂരി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ഇപ്പോൾ കുറേ നാളായിട്ട് അമ്മ ഉണ്ടാക്കാറില്ല, കാരണം അൺഹെൽത്തി ആണല്ലോ. അമ്മ ഇങ്ങനത്തെ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പുറത്ത് പോയി കഴിക്കും. നല്ല പൂരിയായിരുന്നു കേട്ടോ, നല്ല പപ്പടം പോലെ ഇങ്ങനെ പുള്ളി വന്ന പൂരിയായിരുന്നു. ഇതിൻ്റെ കൂടെ ചട്നിയും പിന്നെ കിഴങ്ങ് കറിയായിരുന്നു തന്നത്. ചട്നി ഇങ്ങനെ പൂരിയുടെ തരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മസാല ദോശ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തുനിന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലങ്ങനെ മസാല ദോശ ഉണ്ടാക്കാറില്ല വലുതായിട്ട്. നല്ല ക്രിസ്പി ദോശയായിരുന്നു, എനിക്കിഷ്ടമാണ് ഇങ്ങനെ മസാല ദോശ രാവിലെ കഴിക്കാനായിട്ട്. പക്ഷെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെയാണ് എനിക്കിത് തരുന്നതെങ്കിൽ ആ ഇഷ്ടത്തിന് ഇച്ചിരിയൊക്കെ കുറവുണ്ടാവും കേട്ടോ. രാത്രിയൊക്കെ ഞാൻ പിന്നെയും കഴിക്കും, എന്നാലും ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്. ദോശയുടെ ഫില്ലിംഗ് ഇല്ലേ, ആ സെയിം സാധനം തന്നെയാണ് പൂരിയുടെ കൂടെയുള്ള കിഴങ്ങ് കറിയായിട്ട് തന്നേന്ന് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഈ തക്കാളി ചട്നി മിൻചട്ടി സൈഡിൽ വെച്ചിട്ടുള്ള ഞാൻ ലാസ്റ്റ് ആക്കേണ്ടത്, ആദ്യമേ ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് ആയിരുന്നു കൊണ്ടുവന്നത്. സാധാരണ ഞങ്ങൾ കോഫി ഓർഡർ ചെയ്യാറ്, എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫിൽറ്റർ കോഫിയൊക്കെ കൊണ്ടുവരത്തില്ല സെറ്റ്, അതിലാണ് കേട്ടോ നമുക്ക് ചായ തന്നത്. ഞാൻ അധികം ചായ കുടിക്കത്തില്ല, 1-2 സിപ്പ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇവിടെ വിലയൊക്കെ ഇങ്ങനെ ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നമുക്ക് മെനു ഒന്നും തരത്തില്ല. 175 രൂപയിൽ നമ്മൾ 2 പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് തീർന്നു. പിന്നെ ഇവിടെ കേസരി ഒക്കെ ഉണ്ടായിരുന്നേ, അത് ഞങ്ങൾ മേടിച്ചായിരുന്നു, പക്ഷേ ബീച്ചിൽ പോയിട്ടാണ് കഴിച്ചത്, വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് സ്വീറ്റ് പാൻ ആണ്, ഇത് ട്രൈ ചെയ്യാൻ എനിക്കൊരു മനസ്സിന് ഒരു തോന്നിയില്ല. പിന്നെ ഇവിടെ ഇൻഹൗസിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു, കുറേ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ആംബിയൻസ്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അതിനൊക്കെയുള്ള ക്ലീൻ ആൻഡ് ഒരു വൈബൊക്കെ ആയിരുന്നു. ഞാൻ ഇത്രയും കഥയൊക്കെ അടിക്കുന്നത് വെറും ശരവണ ഭവനിൽ പോയിട്ടല്ല, ശ്രീ ശരവണ ഭവൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ.